ഹലോ നമസ്കാരം. രാധാസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കൊക്കെ ചെയ്തൊന്ന് ബെല്ലൈക്കണൊക്കെ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. പിന്നെ അപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയാണ് പറയാൻ പോണത്. എന്താ വെച്ചാൽ നമ്മുടെ വേദ അങ്ങനെ വിഷമിച്ച് പോവാണ്. വിക്രം ചോറൊക്കെ തട്ടിക്കളഞ്ഞ് അപ്പോൾ ആ ചോറൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മളെ നല്ല പഞ്ച് ഡയലോഗൊക്കെ അടിച്ച് നമ്മളെ പോവാണ് നമ്മുടെ വേദ. അപ്പോൾ വിക്രം ആലോചിക്കുന്നുണ്ട്, ചെയ്തത് തെറ്റായി പോയെന്ന് ശരിക്കും മനസ്സിലായി. അപ്പോൾ രാജേട്ടനും അതുപോലെ ജോസഫും അനിയൻ കൂട്ടനൊക്കെ വരികയാണേ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ പറയും, നീ എന്തിനാണ് അങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? കഴിഞ്ഞത് എന്തായാലും കഴിഞ്ഞില്ലേ, ഒരു വിവരങ്ങളൊക്കെ അറിഞ്ഞു. വിക്രം പറഞ്ഞിട്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ ഒരു അറിയും, നീ വിഷമിക്കണ്ട എന്നറിയും. എന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാനത് എന്നിങ്ങനെ പറയാൻ. അപ്പോൾ പറയും, അത് സാരമില്ല, നീ പറ്റിപ്പോയില്ലേ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ എന്ന് ചോദിക്കും. അപ്പോൾ വിക്രം പറയും, എന്നാലും അവൾ പാവാടാ എന്ന് പറയും. പാവോ വേദയോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അതെ അവൾ എന്താണ് വെറും പാവാണെന്നൊക്കെ ഇങ്ങനെ പറയും. ഇപ്പോൾ പറയും, ഇപ്പം അങ്ങനെയൊക്കെ ആയി ചോദിക്കുമ്പോൾ അതല്ല, അവൾ എന്തിനാ എൻ്റെ പിറകെ നടക്കണം, അവൾക്ക് അവളുടേതായൊരു ജീവിതമല്ലേ, എത്ര പറഞ്ഞാലും അവൾക്കത് മനസ്സിലാവില്ല. അവൾ ഈ താലിക്ക് മഹാചരണ് ഇത്രയ്ക്ക് വലിയ ഇതുണ്ടല്ലേ, ഒരു ബലം ഉണ്ടല്ലേ രാജേട്ടാക്കുമ്പോൾ. പിന്നെ അത് ചിലർക്ക് ആണുങ്ങൾക്കത് ഒരു ഇതാവും, പെണ്ണുങ്ങൾക്ക് ഒരു അനുഗ്രഹമാവും അത് എന്നൊക്കെ പറയും. ആ ഒരു ഗണത്തിൽപ്പെട്ട തന്നെയാണ് അവൾ. ആ താലിയുടെ പേരും പറഞ്ഞിട്ടില്ല, ആ ചരടിൻ്റെ പേരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവളെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. ഞാൻ അത്ര വട്ടം അവളോട് പറഞ്ഞത് അപ്പോൾ തിരിച്ചു പോയിക്കോളാൻ. പക്ഷെ അവൾ രണ്ടും കൽപ്പിച്ചാണ് എൻ്റെ കൂടെ ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവർ അനിയൻകുട്ടനും ജോസഫൊക്കെ കളിയാക്കാണ്. അപ്പോൾ നിന്നെ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ചൂടെടുത്ത് പിന്നാലെ ഓടുന്നുണ്ട് ജോസഫിൻ്റെ, നിന്നെ അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഓടുകയാണ് കേട്ടോ വിക്രം. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ വേദയുടെ അച്ഛൻ കുംഭമേളയൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും തിരിച്ച് വരികയാണ്. തിരിച്ച് വരുമ്പോഴേക്കും അനിയത്തി ദീപ്തി അറിയാതാ, അച്ഛമ്മേ ഇതാ അച്ഛൻ വന്നു, അച്ഛനും അമ്മയും വന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ എല്ലാവരും ഓടി, ശ്രീകാന്തും അച്ഛമ്മയും ഒക്കെ കൂടെ വരികയാണ് പുറത്തേക്ക്. അതിൽ വന്ന് വിളിച്ചുകൊണ്ടുപോയി കെട്ടിയൊക്കെ പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ പറയും, വളരെ സന്തോഷമായ ഇതാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഓരോ ഇതാണ് കാണിക്കുന്നത് അവർ വന്നത്. അപ്പോൾ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കുമ്പോൾ സുഖമായിരുന്നു, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റിലാണ് വന്നത്. അങ്ങനെ ഇതൊക്കെ എടുത്തിട്ട് പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് അകത്തേക്ക് നടക്കുക. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഇരിക്കും, വർത്തമാനങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അമ്മേ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വേറൊരു ലോകത്ത് എത്തിയ പോലെ തന്നെ. എത്ര 144 വർഷം കഴിഞ്ഞുണ്ടാവുന്നത് മറ്റാണ് തോന്നുന്നു മഹാകുംഭമേള. അപ്പോൾ ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്നുള്ള ജനങ്ങൾ മുഴുവൻ അവിടെ തടിച്ചുകൂടിയ പോലെയാണ് നമുക്ക് തോന്നുക. അത്ര തിരക്കായിരുന്നു. പിന്നെ മൃതദേഹങ്ങൾ ഇങ്ങനെ കത്തിക്കുന്നതും ഒക്കെ കൂടെ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണ്. നമുക്ക് അവിടെ നിന്ന് ഇതുവരെ മനുഷ്യൻ അവിടെ മരണം എന്ന് പറഞ്ഞാൽ ആഘോഷമാണ് അവർക്കൊക്കെ. അപ്പോൾ ശരിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മനുഷ്യൻ്റെ അഹങ്കാരങ്ങളും അസൂയ കുശുമ്പോ മനുഷ്യൻ്റെ എല്ലാ ഇതും കത്തിച്ച് കളയുകയാണ് അവിടെ ആ ഒരു ചിതയിൽ. അത് കാണുമ്പോൾ നമ്മൾ ഒന്നുമല്ല, നമ്മളുടെ എല്ലാ ദേഷ്യവും വിദ്വേഷവും എല്ലാം അവിടെ നശിപ്പിച്ച് കളയുകയാണ് എന്നൊക്കെ ഇങ്ങനെ കുറേ ഇത് പറയുകയാണ് അയാളത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ വേദോട് ചെയ്തതും കുറേ തെറ്റായി പോയ പോലെയാണ് തോന്നിയത്. നമ്മൾ അങ്ങനെയല്ല അവളെ ഇതാക്കേണ്ടിരുന്നു, അവൾക്ക് കുറച്ചും കൂടെ സമയം കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ഞാൻ ശ്രീകാന്തിനാകപ്പാടെ ടെൻഷനാവുകയാണ്. കാരണം ഇനി ഇയാളുടെ മനസ്സൊക്കെ മാറിക്കഴിഞ്ഞ് വിക്രമിനെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചും കൊണ്ട് വരുമോ എന്നുള്ളൊരു പേടിയുണ്ട് അയാൾക്ക്. അപ്പോൾ പറയും, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം, അത് നമ്മൾ മനസ്സിലാക്കണം, അത് ഇങ്ങനെയൊക്കെ പറയാം. അത് കഴിഞ്ഞാൽ അപ്പോൾ എന്തോ പറഞ്ഞിട്ട് ചിരിക്കുകയാണ് നമ്മുടെ ഇവളുടെ വേദയുടെ അച്ഛൻ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ഇതേ അച്ഛൻ ചിരിക്കുന്നു. സാധാരണ എന്തോ പറയുമ്പോഴാണ് ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അച്ഛൻ വലിയ ഗൗരവത്തിലിരിക്കുന്നതാണ്. ഇപ്പോൾ അച്ഛൻ ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ സന്തോഷം. അപ്പോൾ പറയും, അത് മോളെ അതൊക്കെ ഉള്ളൂ, ഇപ്പോൾ ഞാൻ റിട്ടയർ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ് ഇതെന്ന്. അപ്പോൾ പറയും, അപ്പോൾ ശ്രീകാന്ത് വഴക്ക് പറയും, അച്ഛൻ എന്തിൻ്റെ കേടാ, ഒരു കുംഭമേളയ്ക്ക് പോയെന്നപ്പോഴേക്കും
അങ്ങനെയൊക്കെ ചിന്തിക്കാമോ എന്ന് വയ്ക്കും. അതല്ല മോനെ, ഇനി അങ്ങനത്തുള്ള ക്രൈമിൻ്റെ ലോകത്തുനിന്ന് മാറി നിൽക്കണം. ഈ തൂക്ക് കയറ് അതുപോലെ കുറ്റങ്ങൾ ചെയ്തു വരുന്ന ആളുകളുടെ അതൊക്കെ കണ്ടിട്ട് തന്നെ ഇപ്പോൾ ഒരു മനസ്സിനെന്തോ ഒരു ഇത് മാതിരിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാൾ അതിൽ നിന്ന് വിട്ട് നിന്നിട്ട് നിങ്ങളുടെ കൂടെ കുറച്ച് നാൾ ചിരിയും കളിയും ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകണം. അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ കുംഭമേളയ്ക്ക് പോയതിൻ്റെ ആ ഒരു മാറ്റം അയാളിൽ ശരിക്ക് കാണുന്നുണ്ട്. കാരണം ഒന്നുമല്ല മനുഷ്യൻ, ഞാൻ അതാണ് ഇതാണ് അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന മനുഷ്യൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഒന്നും അല്ല നമ്മൾ, വെറും എന്താ പറയുക, ഒരു കൃമികീടത്തിന് തുല്യമായ ഒരവസ്ഥ. അതാണ്. അങ്ങനെ അയാൾക്കത് മനസ്സിലായിരിക്കുന്നു. അയാൾ ശങ്കരനാരായണൻ അതുകൊണ്ട് അയാളങ്ങനെ ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ പറഞ്ഞിട്ട് അങ്ങനെ പോവുക. അപ്പോൾ ഭാര്യ പത്മാവതി എന്തോ മറ്റൊന്ന് തോന്നുന്നു അയാളുടെ ഭാര്യ. അപ്പോൾ അവർ പറയുന്നത് എന്താ ഇതിപ്പോൾ അന്നും പറയുന്നുണ്ടായിരുന്നു വേദോട് ചെയ്തത് ശരിയല്ല എന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ വേദയെ തിരിച്ചു കൊണ്ടുവരിക, വിക്രമിനെ കൊണ്ടുവരിക, അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ചും കൂടെ സാവകാശം വേദയ്ക്ക് കൊടുക്കായിരുന്നു എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത്. ശങ്കരേട്ടൻ ഇങ്ങനെ പറയും. അപ്പോൾ പറയും, ഇപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ അവനിങ്ങോട്ട് കയറ്റാൻ പോവുകയാണോ, വീടിൻ്റെ അകത്തേക്ക് കയറ്റാൻ പോവുകയാണെങ്കിൽ നീ പേടിക്കുന്ന ശ്രീകാന്ത്, അതെന്തായാലും ഉണ്ടാവില്ല അച്ഛൻ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു മാറ്റം അച്ഛനിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാം. അറിയില്ല, ഇനിയിപ്പോൾ അവൻ നേർവഴിക്കൊക്കെ നടന്ന് നല്ല രീതിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അച്ഛൻ ഇതന്നെ ഒന്ന് അംഗീകരിക്കാനും മതി എന്നറിയാം. അതിപ്പോൾ എന്തായാലും അടുത്തൊന്നും ഉണ്ടാവും തോന്നണില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ശ്രീകാന്തനാകപ്പാടെ ടെൻഷനാവും. അങ്ങനെ എല്ലാവരും കൂടെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് പറയും, മുത്തശ്ശി പറയും, ഞാൻ വിളിച്ചിരുന്നു, മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമുക്കൊന്ന് അതുവരെ പോകണം എന്ന് പറയുമ്പോൾ പോകണം, അത് ശങ്കരേട്ടനോടും കൂടെ ചോദിച്ചാൽ അനുവാദം വാങ്ങിയിട്ട് വേണം പോവാൻ, അല്ലാണ്ട് പെട്ടെന്ന് പോയാൽ ശരിയാവില്ല. അപ്പോൾ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇനി അവളോടുള്ള പൂർണ്ണമായിട്ടുള്ള വിദ്വേഷം മാറിയിട്ടില്ലല്ലോ, അതറിയില്ല. അപ്പോൾ അതും കൂടെ ചോദിച്ചിട്ട് മതി പോകണം എന്ന് പറയുന്നത്. ആയിക്കോട്ടെ ഞാൻ പറയാം മോളോടെന്ന് പറയും. അങ്ങനെ അവിടുന്ന് സംസാരങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ വേദ പിന്നെ എന്തോ തയ്ക്കുകയാണ് ഇരുന്നിട്ട്, സ്റ്റിച്ച് എന്തൊക്കെയോ അവളെ വേദയുടെ ഡ്രസ്സുകൾ എന്തോ ഇരുന്ന് തയ്ക്കുന്ന സമയത്താണ് മുത്തശ്ശിയുടെ ഫോൺ വരുന്നത്. അപ്പോൾ മുത്തശ്ശി നമ്മളെ വേദ ഫോൺ എടുക്കും. മുത്തശ്ശി എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങൾ എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ മോളെന്ത് ചെയ്യണു, സുഖമല്ലേക്കുമ്പോൾ സുഖം എന്നറിയാം. കുംഭമേള കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ട് അറിയും. അതെയോ, എന്താ അവരുടെ വിശേഷങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ പറയും, നല്ല വിശേഷമാണ്, എന്തായാലും നല്ല മാറ്റം വന്നിട്ടുണ്ട് അച്ഛന്, നിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കേണ്ട ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് മനസ്സ് പറയുമ്പോൾ. നല്ല കാര്യം. അപ്പോൾ അവൾ ചിരിക്കും. അപ്പോൾ പറയും, നീ എന്താ ചിരിക്കണേക്കുമ്പോൾ അതൊക്കെ അച്ഛൻ്റെ പുതിയ അടവാകും, അച്ഛൻ അങ്ങനെ പെട്ടെന്നൊന്നും മാറാൻ കഴിയില്ല എന്നറിയാം. അതല്ല മോളെ, നീ അങ്ങനെ ചിന്തിക്കേണ്ട, അച്ഛന് നല്ല മാറ്റം വന്നിട്ടുണ്ട് അറിയാം, അച്ഛനെ എനിക്ക് അറിഞ്ഞൂടെ മുത്തശ്ശി എന്നൊക്കെ പറയും. അപ്പോൾ പറയും, നീ അങ്ങനെയൊന്നും പറയണ്ട, പക്ഷെ അവൻ്റെ സംസാരത്തിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് വ്യത്യാസം വന്നതുപോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ പറയും, വരട്ടെ, അങ്ങനെയൊക്കെയാണെങ്കിൽ അച്ഛൻ മാറിയിട്ട് എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്നറിയും. അപ്പോൾ അച്ഛൻ മാറിയിട്ട് നിൻ്റെ അടുത്തേക്ക് വരാനോ എന്നറിയും. അപ്പോഴും അച്ഛൻ്റെ മോളെ വാശിയാണ് മുന്നിൽ, അച്ഛൻ്റെ അല്ല എന്നറിയും. അപ്പോൾ അങ്ങനെ പറയണ്ട മുത്തശ്ശി, കാരണം എനിക്ക് അച്ഛനെ കാണണം, അച്ഛൻ്റെ ആവശ്യങ്ങൾക്ക് വരണം ഉണ്ടെങ്കിൽ ഉള്ളതുകൊണ്ടല്ലേ പല കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് കാരണങ്ങളുണ്ടാക്കി ഞാൻ അവിടെ വന്നിട്ടുള്ളത്. അത് ഞാൻ അച്ഛൻ്റെ അടുത്തേക്കല്ലേ വരുന്നത്. അതുപോലെ അച്ഛൻ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ട് അച്ഛൻ എന്നെ വന്ന് വിളിക്കുകയാണെങ്കിൽ എനിക്കത് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ പറയാം, എന്തായാലും ഞാനും പത്മം കൂടെ അന്ന് അങ്ങോട്ട് വരണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്നറിയാം. അത് എപ്പോഴാണ് വരുന്നത് ചോദിക്കും. അപ്പോൾ പത്മം എന്തൊക്കെ പൂജകളൊക്കെ കഴിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രസാദങ്ങളും പിന്നെ നിനക്കായിട്ട് എന്തൊക്കെ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ കൊടുന്ന് തരണമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും വരുമ്പോൾ ഞാനൊന്ന് വിളിക്കാം, മോളെ വിളിച്ചിട്ടേ വരുള്ളൂ പറയുമ്പോൾ ആയിക്കോട്ടെ മുത്തശ്ശി ശരി എന്ന് പറയും. അങ്ങനെ ഫോൺ വെക്കും. ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നന്ദിനി വരും അടുത്തത്. നന്ദിനി വന്നിട്ട് അറിയും, എന്താണ് വലിയ സന്തോഷത്തിലാണല്ലോ എന്ന് പറയുമ്പോൾ അതെ വലിയ സന്തോഷത്തിലാണ് എന്നൊക്കെ പറയും. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും കൂടെ പോയി ഇവിടെ കുംഭമേള കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനിൽ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമായിരുന്നു മുത്തശ്ശി എന്നങ്ങനെ പറയും. അപ്പോൾ അതാണ് അത് സംസാരിക്കുമായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ പറയും, എന്തൊക്കെയായാലും നിൻ്റെ അച്ഛനിൽ മാറ്റം വന്നുകൊണ്ട് കാര്യമില്ലല്ലോ, ഇവിടുത്തെ അച്ഛനിൽ മാറ്റം വരണ്ടേ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അച്ഛനിൽ മാറ്റം വന്നില്ലേ, ഇവിടുത്തെ അച്ഛനിൽ മാറ്റം വരേണ്ടണോ, ഞാനും വിക്രമൻകുട്ടി തറവാട്ട് വീട്ടിൽ പോയിട്ട് ഞങ്ങളുടെ മാലയിട്ടതും പിന്നെ അന്ന് തട്ടുമുകളിൽ ഞങ്ങളെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞതും എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും കേട്ടോ. അല്ല ഇനി എന്നിട്ടും അച്ഛൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ അച്ഛമ്മേനെ ഇറക്കില്ലേ, ഞാൻ വിളിച്ച് അച്ഛമ്മ ഇങ്ങോട്ട് ഓടി വരും, അച്ഛമ്മേനെ ഇറക്കും എന്തെങ്കിലും തട്ടുമുട്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് എന്നറിയും കേട്ടോ. അപ്പോൾ നന്ദിനി അപ്പോൾ പറയും, അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്ത് പറഞ്ഞിട്ട് നന്ദിനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം വേദ പിടിച്ചോടത്താണ് കാര്യങ്ങളെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ
അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റേ നമ്മളുടെ പിന്നെ നന്ദിനിയും എന്താ പറയുക വേദയും കൂടെ സംസാരിക്കും. അപ്പോൾ നന്ദിനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കൊട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വേദ. അപ്പോൾ ഈ നന്ദിനി പൊട്ടത്തിയാണ്. അപ്പോൾ പറയും എന്താണ് ഈ വേദ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പിന്നെ പൊട്ടത്തരങ്ങൾ പറയുന്നത് തീരെ ബുദ്ധിയിൽ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടത്തരങ്ങൾ പറയുകയൊന്നും ചെയ്യരുതെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ പൊട്ടത്തരങ്ങൾ പറയുമായിരിക്കും. അങ്ങനെ എന്താണ് നമ്മളെ വേദൊരു ഡയലോഗ് അടിക്കുന്നത് എന്താണ് ഇങ്ങനെ വെറുതെ കുരയ്ക്കുന്നതിനെക്കാട്ടിലും നല്ലത് കാര്യത്തിന് കുരയ്ക്കുക, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് നമ്മുടെ വേദ അവിടെ കാച്ചിലുണ്ട്. അപ്പോൾ അവിടെ നീച്ച് പോകുന്ന ശരി പോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നല്ല കുറേ ഡയലോഗുകളുണ്ട് കേട്ടോ. അതൊന്നും നമ്മളെ കൊണ്ട് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റില്ല, അടിപൊളിയാണ്. അപ്പോൾ എന്നാൽ ശരി പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നീച്ച് പോകണേ. നീച്ച് പോണ സമയത്ത് പിന്നെ എന്താ പറയുക ഇവളിപ്പോൾ എൻ്റെ നോക്കിയിട്ട് പട്ടിക്ക് എന്നെ ചേർത്തിട്ടില്ലേ ഇപ്പോൾ പറഞ്ഞത് എന്ന് പറയുമ്പോൾ എടി നിന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ വേദന പിന്നാലെ പോകണുണ്ട്. അപ്പോഴാണ് നമ്മളെ പിന്നെ നന്ദിനിക്ക് കത്തി എണ്ണത് കുരയ്ക്കും പട്ടി കടിക്കില്ലെന്നോ അങ്ങനെ എന്തോ ഇങ്ങനെ വെറുതെ കുരച്ചുകൊണ്ടേ ഇരിക്കുകയുള്ളൂ, അങ്ങനെ എന്തോ ഒരു ഡയലോഗാണ് പറയുന്നത്. അപ്പോൾ പറയും പോണ വഴിക്ക് നമ്മുടെ പിന്നെ വേദ പറയുന്നുണ്ട് വെറുതെ അല്ല ഇപ്പോഴൊന്നും ട്യൂബ്ലൈറ്റാണ് ഇതുവരെ കത്തിയിട്ടില്ല തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ് നീറ്റ് പോണത്. അങ്ങനെ അവിടുന്ന് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ എന്താ പറയുക രാധ ഇങ്ങനെ ഇത് ഓടിച്ചുകൊണ്ട് വരികയാണ് ഓട്ടോറിക്ഷ. അപ്പോൾ ഏതോ ഒരാൾ ആ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ. അപ്പോൾ അയാളാണെങ്കിൽ പിന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്ക് നോക്കി, ഇരുട്ടാണ് രാത്രിയാണ് സമയം, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്ക് നോക്കുകയായിരിക്കും. ഇവളൊരു എന്തല്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ട് വരിക. അവസാനം വണ്ടി നിർത്ത് പറഞ്ഞ് അവളെയും കൊണ്ട് വണ്ടി നിർത്തിപ്പിക്കുക. നിങ്ങളിത് എങ്ങോട്ടാണ് മരപ്പാലത്തിൻ്റെ അവിടെ ഇറക്കാൻ പറ്റും, നിങ്ങളിത് എങ്ങോട്ടാണ് വണ്ടിയും കൊണ്ട് പോകണത് എന്ന് നോക്കുമ്പോൾ ശരി എന്നാൽ ചേട്ടൻ കയറും, ഞാൻ അവിടെ തന്നെ കൊണ്ടാക്കാന്ന് പറയുമ്പോൾ വേണ്ട പിന്നെ ഇനിയും അന്തലാണ്ട് ഓടിച്ചിട്ട് വല്ലയിടത്തും പോയിട്ട് വണ്ടി ഇടിക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് കാലം കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ പൈസയും കൊടുത്തുകൊണ്ട് പോവുകയാണ് പിറുപിറേനെ പറഞ്ഞിട്ട്. അപ്പോൾ നേരെ ഇവൾ പോയി നിൽക്കുന്നത് ഒരു മറ്റേ ഈ എന്താണ് ബീവറേജിൻ്റെ മുന്നിലാണ്. അവളവിടെ ക്യൂ കണ്ടിട്ട് അവളിങ്ങനെ നോക്കുന്നുണ്ട് കുറച്ച് നേരം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ വേദയുടെയും നന്ദിയുടെയൊക്കെ സംഭാഷണങ്ങൾ വരുന്നത് കേട്ടോ. അച്ഛമ്മ മുത്തശ്ശി വിളിക്കുന്നതും അതൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു നമ്മുടെ മറ്റേ രാധയുടെയും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാധയുടെ പിന്നിൽ നമ്മളെ പെൺകുട്ടി ഉണ്ടല്ലോ എന്താണ് ജിജു അപ്പോൾ ആ കുട്ടി ഓട്ടോറിക്ഷ കൊണ്ട് നിർത്തുമ്പോൾ എന്താ ഇവൾ ഇതുവരെ വണ്ടി കൊണ്ട് സൈഡാക്കിയില്ല, എന്താ ഇവൾ ഇവിടെ കൊണ്ട് നിർത്തിയണത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ടാർപ്പായ ഇങ്ങനെ സൈഡ് കറക്റ്റ് അങ്ങനെ ഇട്ടിട്ടുണ്ടാവും വണ്ടിയുടെ. അപ്പോൾ അവളത് പൊന്തിച്ച് നോക്കുമ്പോൾ നമ്മുടെ രാധയിരുന്ന് നല്ല വെള്ളടി കുപ്പിയും കൊടുന്ന് പറഞ്ഞ് പൊട്ടിച്ച് അങ്ങനെ വെള്ളം ചേർക്കാതെ അടിക്കണു. അതിൽ ഈ കുട്ടി പോയി വിളിക്കുക, നീ എന്ത് പണിയാണ് രാധയെ കാണിക്കണേ, നിനക്കെന്ത് പ്രാന്തായോ, ഇവിടെ ഇറങ്ങ്, ഞാൻ നിന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വിളിക്കുക. അപ്പോൾ പറയും വേണ്ട നിനക്കറിയില്ല, നീ പോയിക്കോ, ഞാൻ ഇവിടെ ഇരിക്കട്ടെ, എന്നെ ആർക്കും വേണ്ട, എല്ലാവരും എന്നെ ആട്ടിപ്പായിക്കുകയാണ് എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും എന്നെ ഇങ്ങനെ ആട്ടിപ്പായിക്കുന്നത്, ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടുള്ളൂ ഫുൾ ഫിറ്റ്. അപ്പോൾ ഫുൾ ഫിറ്റിലാണ്. അപ്പോൾ പറയും എല്ലാവരും എന്നെ ഇങ്ങനെ ആട്ടിപ്പായിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണം, ഞാൻ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടുള്ളൂ, ചെറുപ്പം മുതലേ ഞാൻ വിക്രമേട്ടനെ അത്രയ്ക്ക് സ്നേഹിച്ചതാണ്, ഇപ്പോൾ വിക്രമേട്ടനും എന്നെ വേണ്ടണ്ടായി, വിക്രമേട്ടനും എന്നെ ആട്ടിപ്പായിച്ചു, വിക്രമേട്ടൻ്റെ അമ്മ എന്നെ ആട്ടിപ്പായിച്ചു, എന്നെ ആർക്കും വേണ്ട എന്നിട്ട് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ പറയും നിനക്ക് ഒന്ന് തോന്നുന്നതാണ്, നീ വാ നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ വരുന്നില്ല, നീ പോയിക്കോ, ഞാൻ വരില്ല വീട്ടിലേക്ക്, ഞാൻ ഇവിടെ എവിടെയെങ്കിലും കടന്നോളാം എന്നറിയാം. പറയും നിന്നെ ഇങ്ങനെ ഈ കണ്ടീഷനിലിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല, നീ വീട്ടിലേക്ക് പറയില്ല, ഞാൻ വരില്ല, ഞാൻ എന്തിനാണ് ഈ ജീവിച്ചിരിക്കുന്നത്, എനിക്ക് മടുത്തു, എല്ലാവരും ഇങ്ങനെ അതിൻ്റെ അച്ഛൻ മദ്യപിക്കുമ്പോൾ എല്ലാം മറക്കാനാന്ന് പറഞ്ഞിട്ടാണ് മദ്യപിക്കുക, പക്ഷേ എനിക്കൊന്നും മറക്കാൻ പറ്റുന്നില്ല, ഇനിയും കുടിക്കും ഞാൻ പറഞ്ഞിട്ട് ഇതിങ്ങനെ അതിൻ്റെ അടപ്പ് തുറന്ന് പിന്നെയും കുപ്പീൻ്റെ അടപ്പ് തുറന്ന് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട് വാ നീ പോയിക്കോ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് രാധ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഈ കുട്ടി കണക്ക് പിടിച്ചു വലിക്കും ചെയ്യുന്നുണ്ട്. അവളെപ്പോഴും ഒരു പെൺകുട്ടീനെ നടുറോട്ടിൽ ഇട്ടിട്ട് എങ്ങനെ പോവും. അതിലിങ്ങനെ പറയും നീ വാ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറയുമ്പോൾ ഇല്ലടി നീ പോയിക്കോ ഞാൻ വരില്ല, ആർക്കും എന്നെ വേണ്ട, നിനക്കറിയില്ല സ്നേഹിക്കുന്നവർ നമ്മളെ തള്ളി പറയുമ്പോൾ ഉള്ളൊരു വിഷമം, അത്ര നാൾ ഞാൻ സ്നേഹിച്ചിട്ട് എന്നെ തള്ളി പറയല്ലേ ചെയ്തത്, ഇനി ഞാനില്ല, ഞാനിങ്ങനെ മരിക്കും, ഞാൻ കുടിച്ച് മരിക്കും, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനുണ്ടാക്കുകയാണ് നമ്മളെ രാധ. അങ്ങനെ അപ്പോൾ ഈ കുട്ടി വിളിക്കുന്നുണ്ട് നീ പോരെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുമുണ്ട്. അപ്പോൾ ഒരു രക്ഷയില്ല, പോകണമില്ല.
അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ പോണത് കേട്ടോ. ഞാൻ ജസ്റ്റ് അവിടെ ഇവിടെ തൊട്ടിട്ടേ പറഞ്ഞുള്ളൂ, ഡയലോഗ് മുഴുവനായിട്ടും പറഞ്ഞിട്ടില്ല. പക്ഷേ നല്ല ഡയലോഗുകളുണ്ട്. അതേപോലെ വിനായകനും എന്താ പറയുക നന്ദിനി തമ്മിലുള്ള ഡയലോഗും ഉണ്ട്. അത് മുന്നേ ഞാനത് വിട്ടുപോയി, സോറി. പിന്നെ അത് എന്താ വെച്ചാൽ വിനായകൻ ഇന്നലെ പറഞ്ഞതിൻ്റെ ആ ബാക്കി തന്നെയാണ്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് നമ്മളുടെ ഇത് കാണുക. കണ്ടിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ കേട്ടോ, അത്രേ പറയുന്നുള്ളൂ. കാരണം കഥയാണ്, കുറേ മിസ്റ്റേക്കുകളുണ്ട്, ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.